LG 29 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഓസിലേഷൻ അല്ല. ടി വി ഓൺ ചെയ്തപ്പോൾ പവർ ലീഡ് ചെയ്ത് ഓണായി നിൽപ്പുണ്ട്. ഓസിലേഷനും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ബോർഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബോർഡാണ്. ഓക്കെ, അപ്പോൾ ബോർഡ് ഇനി ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് ഓസിലേഷൻ വരാത്തതെന്ന്. ഓസിലേഷൻ വരാത്തതിൻ്റെ ഒരുപാട് കാരണങ്ങൾ വരും, ഒരുപാട്. അപ്പോൾ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കാം. ബോർഡൊക്കെ നല്ല നീറ്റ് ബോർഡാണ്, ക്ലീൻ ബോർഡാണ്. ഒരു സെറാമിക് ഡിസ്ക് ഇവിടെ വെടിച്ച് വളർന്നിരിക്കുകയാണ്. അപ്പോൾ അതും മാറ്റിയിടണം. 681K 2K ഇവിടെ ഡിസ്ക് ഇട്ടാൽ മതിയാവും. അതേപോലെ തന്നെ ബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ മെയിൻ ഐസിൽ ഉൾപ്പെടെ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഡ്രൈ ഉണ്ട്. അപ്പോൾ ബേസ് ബോർഡ് ഉൾപ്പെടെ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്യണം. ഓക്കെ, ഡ്രൈ ഉണ്ടെങ്കിലും ഓസിലേഷൻ ഇതേപോലെ വരാതിരിക്കാം. അങ്ങനെ ഒരുപാട് ടി വി എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ICയുടെ അടുത്തായിട്ട് ഒരു കോമ്പോണൻ്റ് ഉണ്ട്, അത് കത്തി കരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും മെയിൻ IC ഉൾപ്പെടെ എല്ലാം ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബേസ് ബോർഡും ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്ത് എല്ലാം കൂടെ ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡ്രൈ സോൾഡർ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം 29 ബോർഡാണ്. വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഡ്രൈ സോൾഡർ ചെയ്യണം. അതേപോലെ തന്നെ ആ കത്തിയ ഡിസ്ക്, അതായത് വെടിച്ച് പിളർന്നിരുന്ന ഡിസ്ക് അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കത്തിയിരുന്നൊരു കോമ്പോണൻറ്റ് ICയുടെ അടുത്ത്, അതും കൂടെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും മാറ്റിയിട്ടുണ്ട്, ഡ്രൈ സോൾഡറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി TV ഓൺ ചെയ്ത് നോക്കാം ഓസിലേഷനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, ഇവിടെ TV ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓസിലേഷനും കാര്യങ്ങളെല്ലാം വന്നു, ബ്ലൂ ബാക്കും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് മാറി. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒരു ലൈക്ക് അടിക്കാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.